ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് റാഗിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. ചൂടുവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്പാച്ചില വെച്ച് ആദ്യം നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ശർക്കരയൊന്ന് അലിയിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് അരിച്ചെടുക്കുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അലിഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം വെള്ളമൊക്കെ തിളച്ച് ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഴം ചെറുതായിട്ടൊന്ന് വെന്തുടയുന്ന വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഴം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് വെന്തുടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അല്പസമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം തേങ്ങയും ശർക്കരയും പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വാഴയില ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോ ചെറിയ ചെറിയ ബോൾസാക്കി നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് ഈ വാഴയിലയിലേക്ക് വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ മാവൊക്കെ പരത്തി ഫില്ലിംഗ് ഒക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു 20 മിനിറ്റ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കാസ്ട്രോളിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് തണുത്തതിന് ശേഷവും നമുക്കിത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.